ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. അതുപോലെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 5 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ വേവിക്കണം. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള സീഡ് ആദ്യം തന്നെ കളഞ്ഞിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചൂടോട് കൂടി കളയുന്ന ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം 2 പീസായി നടു മുറിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ 2-3 പീസായി കട്ട് ചെയ്തിട്ട് ഇതിലെ സെൻറ്ററിലുള്ള കറുപ്പ് പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേവിച്ചതിന് ശേഷം പിന്നെ കളയേണ്ടി വരില്ല. അതുപോലെ തൊലിയോട് കൂടി നമ്മൾ നേന്ത്രപ്പഴം ബോയിൽ ചെയ്യുമ്പോൾ ഒത്തിരി സമയം വേണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനൊരു സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ ആവി കൊള്ളിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ നന്നായി വാടി സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോട് കൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഉടച്ചെടുക്കാൻ നിൽക്കണ്ട. നമ്മൾ ചൂടോട് കൂടി ഉടച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പഴം ഉടച്ചെടുക്കാനും അതുപോലെ പുഴുങ്ങാനും താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി എങ്ങനെയാണോ നിങ്ങൾ നേന്ത്രപ്പഴം ആവിയിൽ വേവിക്കുന്നത് അതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ആദ്യം ചൂടോട് കൂടി തന്നെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചീവിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഓയിൽ തടവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഫില്ലിങ്സ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കുക. ഫില്ലിങ്സ് ഉള്ളിലാകത്തക്ക രീതിയിലൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക വീണ്ടും. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരെണ്ണം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബനാന ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇതിപ്പോൾ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതിൽ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടാണ് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ബനാനയൊക്കെ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. പുറമേ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ബാക്കിയുള്ളതും ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.